അപ്പൊ ഇത് പുളിയും മധുരവും അതെ അതെ പുളി എന്ന് പറയുമ്പോ അപ്പൊ പച്ചമാങ്ങയൊക്കെ ഇഷ്ടമാണല്ലേ? എല്ലാം ഇഷ്ടം, പുളിയുള്ളതൊക്കെ ഇഷ്ടം. ഇപ്പൊ എനിക്ക് വായില് വെള്ളം വരുന്നു. അപ്പൊ ഹന്നയുടെ ഓണം എങ്ങനെയാണ് ഇപ്പൊ ചെറുപ്പത്തിലുള്ള? അത് ഭയങ്കര എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ചെറുപ്പത്തിൽ എങ്ങനെയുള്ള ഓണമായിരുന്നു, ഇപ്പൊ എങ്ങനെയുള്ള ഓണമാണ്? ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഡിസിഷൻ മേക്കർ ആണ്. അപ്പൊ അത് കഴിയുമ്പോൾ ഓണം എങ്ങനെയാണ്? അപ്പൊ ഓണത്തിന് അപ്ഗ്രേഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇലയിലാണെങ്കിൽ ഇപ്പം പ്ലാസ്റ്റിക് ഇല കിട്ടും. ബട്ട് സോ ഫാർ ഫാമിലി ആയിട്ട് എല്ലാവരും ഒരു ഗ്യാതറിംഗ് ടൈം ഉണ്ടാവുമല്ലോ. ഓണപ്പൂക്കളം ഉണ്ടാക്കുക, ഇടുക. ആൻഡ് ദെൻ പക്ഷെ ഇങ്ങനെ ഭയങ്കര കുക്കിംഗ് ലാവിഷായിട്ട് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ പണ്ട് കുറച്ച് നാൾ മുമ്പ് മേ ബി ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അതിന് ടൈം ഉണ്ടായിരുന്നു. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇപ്പം കുറെ ഇപ്പം സാർ പറഞ്ഞ പോലെ സ്വിഗ്ഗി സൊമാറ്റോ ഓൺലൈനിൽ അവൈൽ കിട്ടും, ഓൺലൈനിൽ എല്ലാം കിട്ടും ഓൺലൈൻ. പക്ഷെ വീട്ടിലുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക സ്വാദം. തീർച്ചയായിട്ടും അത് ഒരു നമ്മളുടെ അടുക്കളയിൽ നമ്മളുടേതായ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ആ ഫ്ലേവറും ആ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ ഒരു രുചിയാണ്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയാൽ വേറെ കഴിക്കാൻ പറ്റില്ല. യെസ്. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഈ ഫാഷൻ രംഗത്ത് അപ്പൊ അത് ഫാഷൻ മിസ് ഇന്ത്യ യൂണിവേഴ്സ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു വലിയ ഇതിലൊക്കെ പങ്കെടുത്ത ഒരാള് ആ ഫാഷൻ സെൻസ് നമ്മളെ ഒരു ആക്ട്രസ് എന്ന നിലയിൽ എല്ലാവർക്കും അതില്ല. എല്ലാവരും അഭിനയത്തിലേക്ക് വന്ന് അഭിനയ പ്രതിഭ കൊണ്ട് പിന്നീട് ഫാഷൻ ഓട്ടോമാറ്റിക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പല അവരുടെ മാനേജേഴ്സ് വരും, അല്ലെങ്കിൽ നല്ല അഡ്വൈസ് കിട്ടി ഫാഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫാഷൻ സെൻസ് ആദ്യം ഉള്ളത് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ പറയൂ. എനിക്ക് തുറന്നു പറയണെങ്കിൽ ഫാഷൻ സെൻസ് ഇല്ല, അങ്ങനെയില്ല. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. മത്സരങ്ങളിൽ പോകുമ്പോൾ there are so many people to guide us. ഡിസൈനേഴ്സ് ഉണ്ട്, അവർ തരുന്ന ഔട്ട്ഫിറ്റ്സ് നമ്മൾ ധരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലി വന്നിട്ട് ഹന്ന ഏതൊക്കെ കോമ്പിനേഷൻസ് ആയിരിക്കും നല്ലതെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവ് വളരെ പരിമിതിയിലുള്ള അറിവേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ എന്നെ അത് ഹെൽപ്പ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് ക്യാമറയുടെ മുന്നിൽ പല വസ്ത്രധാരണങ്ങൾ വരുമ്പം എനിക്കത് ചേരുമോ ഇല്ലയോ എന്നുള്ള സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അപ്പം അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൽഫായിട്ട് പോയി സെലക്ട് ചെയ്തൊരു നല്ല വാർഡ്രോബിൽ നിന്ന് കളക്ട് ചെയ്ത് വരാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, ഈ കൂമനിൽ ജിത്തു സാറ് വിളിച്ചതാണോ ഏറ്റവും ടെൻഷൻ ആയത്, അല്ലെങ്കിൽ എന്തായിരുന്നു ഇവന്റെ മിസ് ഇന്ത്യ മത്സരം? ആ മത്സരത്തിന്റെ ഫൈനലിൽ അവരുടെ അല്ലെങ്കിൽ അതിന്റെ ജഡ്ജസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായത്? അത് രണ്ടും വ്യത്യസ്തമായ ടെൻഷൻ തന്നെയായിരുന്നു. ഓക്കെ, എങ്കിൽ രണ്ടിനെ കുറിച്ചും പറയൂ ആ ഒരു അനുഭവം. ഇപ്പം ജിത്തു സാറിന്റെ രണ്ടാമതൊരു സിനിമ ചെയ്തിരുന്നു, മിറാഷ് എന്ന് പറയുന്നത്. അതിപ്പം കഴിഞ്ഞ വർഷം റിലീസായിരുന്നു. സെയിം ക്രൂ തന്നെയായിരുന്നു. സോ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. സാർ വീണ്ടും വിളിച്ചതിലും സന്തോഷം. ഇപ്പൊ സാർ ആദ്യം എനിക്കൊരു ഫസ്റ്റ് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ടേ സെലക്ട് ചെയ്തുള്ളൂ. അപ്പം ദാറ്റ് വാസ് ഓൺ സാറ്റർഡേ. അപ്പം എൻ്റെ അടുത്ത് ലുക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അടുത്ത് ആദ്യമേ സിനിമയുടെ ക്ലൈമാക്സും എല്ലാം പറഞ്ഞു തന്നു. ഇതാണ് കഥാപാത്രം, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ദെൻ ഹി സെഡ് നാളെ 8 മണിക്ക് മുന്നേ അപ്ഡേറ്റ് ചെയ്യാം ഇങ്ങനെ പറഞ്ഞു. 8 മണിക്ക് മുന്നേ എന്ന് പറഞ്ഞില്ല, നാളെ അപ്ഡേറ്റ് ചെയ്യാന്നേ പറഞ്ഞുള്ളൂ. സോ അന്ന് ശനിയാഴ്ച വൈകിട്ട് തൊട്ട് ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് സാറിന്റെ കോൾ വരുന്നത്. അതുവരെ അനുഭവിച്ചൊരു ടെൻഷനുണ്ട്. അതായത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അതൊരു 8 മണിക്ക് സാർ വിളിച്ചപ്പോൾ ഉണ്ടായ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മിസ് ഇന്ത്യ മത്സരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പം വി ഹാവ് ടു ബി വെരി സ്പോണ്ടേനിയസ്. നിൽക്കാൻ സമയമില്ല. അപ്പം എനിക്ക് ആ സ്പോണ്ടേനിറ്റി അത് പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അത് ഐ തിങ്ക് എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാവുന്നതാണ്. എനിക്കും അത് ഉണ്ടായിരുന്നു. അത് തരണം ചെയ്ത് മുന്നോട്ട് പോയി 4ാം സ്ഥാനം ലഭിച്ചു എന്നേ ഉള്ളൂ. ഫസ്റ്റ് കിട്ടിയില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി ഫോർ ദി എക്സ്പീരിയൻസ്. ബിക്കോസ് നമുക്ക് അതിലൂടെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി, പഠിക്കാൻ പറ്റി. ആൻഡ് എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവാൻ പറ്റി സ്റ്റേജിൽ. സോ ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്.